എൻ്റെ പേര് പത്മ. ഞാൻ ചുരുങ്ങിയത് ഒരു 4-5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യത്തെ ഒരു 2 വർഷം ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്തില്ല. കണ്ടിന്യൂ ചെയ്തതാണെങ്കിൽ നല്ല ഒന്നും കൂടെ അതായത് പറയാമായിരുന്നു. ചെയ്തില്ല നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം വീണ്ടും ടേക്കപ്പ് ചെയ്ത് 1 വർഷമായി ഇങ്ങനെ പോകുന്നു. ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ, പക്ഷേ 5 വർഷവും ഞാൻ ഇവിടെ തന്നെയാണ് എല്ലാ പ്രൊഡക്റ്റും വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതായത് ഞാൻ ബിസിനസ്സായി ചെയ്തില്ല, എനിക്ക് വേറെ കുറച്ച് ജോലി തിരക്കുകളും എൻഗേജ്മെന്റ് അതൊന്നും ചെയ്തില്ല. പക്ഷെ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം യൂസ് ചെയ്യുന്നത്. എവറി മന്ത് ഞാനൊരു 30,000-40,000 പ്രൊഡക്റ്റ് എടുക്കുമായിരുന്നു. ഇപ്പം അപ്പോൾ 2-3 മാസം 4,000 രൂപ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഏകദേശം ഞാൻ യൂസ് ചെയ്തത് കാലുവേദനയ്ക്കാണ്. മെയിനായിട്ട് എനിക്ക് ഗ്ലൂക്കോസ്മാൻ പറഞ്ഞ കാൽസ്യം, പിന്നെ എന്താ പറയുക കൊളാജൻ പറഞ്ഞ വേറെ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ഒരു പറഞ്ഞ ലീഡേഴ്സ് നമുക്ക് അതിനനുസരിച്ച് അത് കഴിയുന്നുണ്ട്. പിന്നെ ഫ്ലാക്സ് ഓയിൽ മഴ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് പേർക്ക് കൊടുക്കുന്നുണ്ട്, നമ്മളും യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലാക്സ് ഓയിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം. ചണ വെച്ച് നടത്തുന്ന നല്ലതാണ്. അതെല്ലാവർക്കും, അതായത് നമുക്ക് വേണ്ട ദേഹത്തേക്ക് വേണ്ട, ശരീരത്തിലേക്ക് വേണ്ട ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ നമ്മുടെ നിത്യ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ ആഹാരങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഇന്ന അസുഖക്കാർക്കേ പാടുള്ളൂ എന്നില്ല. അതെല്ലാവർക്കും ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എപ്പോഴും എടുക്കാൻ പറ്റുന്ന ഇതാണ്. രാവിലെ വൈകിട്ടായിട്ട് കഴിക്കാം, 3 കഴിക്കാം. അത് നല്ലതാണ്. പിന്നെ എനിക്കും കാലുവേദനയായിരുന്നു കൂടുതൽ. നടുവേദന കുറച്ച് കുറവുണ്ട്, പക്ഷെ കാലുവേദന കുറച്ച് നല്ല വേദന. കാരണം ഞാൻ പാൻറ് ഇടാനൊക്കെ ഞാൻ ഇരുന്നിട്ടായിരുന്നു ഇട്ടോണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ തനിയിൽ നിന്ന് ഇടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ എല്ലാം കഴിച്ചിട്ടുണ്ട്, ഏതും കഴിക്കാത്തില്ല. പിന്നെ എന്താ യൂസ് ചെയ്ത് തുളസി ഡ്രോപ്സ്. പിന്നെ വേറെ നമുക്കൊരു ഡ്രോപ്സ് വരുന്നത് രാവിലെ നമ്മുടെ എനർജറ്റിക് ആയിട്ട് CMD എന്ന് പറയും, കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ് എന്ന് പറയും. അത് ഞാനിപ്പോൾ 2-3 മാസമായി കണ്ടിന്യൂസ് ആയി കഴിയും. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാലുള്ള ആ ഒരു എന്താ പറയുക ഉഷാറില്ലായ്മ ഉണ്ടാവില്ല. വൈകിട്ട് വരെ നമുക്ക് ആ രാവിലെ എഴുന്നേറ്റാലുള്ള അതേ എനർജി കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മൾ ക്രിൽ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, നോണി ക്യാപ്സൂൾ എടുത്തിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ആയി എടുക്കണമെന്നില്ല. നമ്മൾ 1 മാസം ഒന്ന് എടുക്കുക, അതിന്റെ ഉപയോഗം മനസ്സിലാക്കുക, യൂസ് ചെയ്യുക. അത് കഴിയുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇടാം. അങ്ങനെ ആർജീവനാണെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മാതിരിയല്ല സപ്ലിമെന്റ് പറയുന്നത്. അങ്ങനെ നമുക്ക് എല്ലാം വേണ്ടതാണ്. ഇതിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് വേണ്ടതാണ്. അപ്പൊ അതിന്റെ ഓരോന്നിലും എന്താ ഉള്ളത്, എന്തിനാണ് ശരീരത്തിൽ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ലീഡേഴ്സ് പറയുന്നതിനനുസരിച്ച് നമ്മളത് വാങ്ങാൻ യൂസ് ചെയ്യും. 1 മാസം യൂസ് ചെയ്യാൻ ഒരു 60 ക്യാപ്സൂൾ ആണെങ്കിൽ 2 വെച്ച് 30 ദിവസം കഴിക്കാം. വേറെ അടുത്തത് നോക്കാം. അതുപോലെ കണ്ണിന്റെ മാഡം പറഞ്ഞ പോലെ ഐ സപ്പോർട്ട്. എനിക്ക് കണ്ണിന് ചോദിച്ചില്ല, നമുക്ക് ഒരു പ്രായമായി. നമുക്ക് എന്റെ വീട്ടിൽ ഏകദേശം ചേച്ചിമാർക്കൊക്കെ കാറ്ററാക്ട് ഒരു ഓപ്പറേഷൻ ചെയ്തത്. ഇപ്പൊ ഷുഗർ ഉള്ള ഒരു ചേച്ചി, ആ ചേച്ചിക്ക് ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലാക്സ് ഓയിലും ഐ സപ്പോർട്ട് 2 പ്രാവശ്യം കൊടുക്കും. അപ്പൊ അവർക്ക് ആ പ്രോബ്ലംസ് വന്നിട്ടില്ല. ഫ്ലാക്സ് ഓയിൽ എടുക്കുന്നുണ്ട്, അപ്പൊ കൊളസ്ട്രോൾ ഒക്കെ നോർമലായിട്ട് കിട്ടും. എനിക്ക് ഐ സപ്പോർട്ട് ഞാൻ കഴിച്ചു. ഞാനിപ്പോ ഈ കഴിഞ്ഞ ആഴ്ച പോയി കണ്ണ് ടെസ്റ്റ് ചെയ്തത്. കാരണം നമുക്ക് ഏകദേശം ഒരു 50-58 വയസ്സായി. അപ്പൊ ആ കാറ്ററാക്ട് നമുക്ക് പാരമ്പര്യമായിട്ട് വരുമ്പോൾ പറഞ്ഞില്ല, സൈറ്റിന് പ്രശ്നമൊക്കെ കാറ്ററാക്ട് ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല. അപ്പൊ നമ്മളത് കണ്ടിന്യൂസ് കഴിക്കണ്ട. ഒരു 5-6 മാസം കൂടുമ്പോൾ ഒരു ബോട്ടിൽ, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഒരു ബോട്ടിൽ അങ്ങനെ വാങ്ങി കഴിക്കുക. അങ്ങനെ എല്ലാ പ്രൊഡക്റ്റും നല്ല തന്നെ യൂസ് ചെയ്യുന്നത്. പേസ്റ്റ് തൊട്ട് രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ കുഴിക്കും. മാഡം പറഞ്ഞ പോലെ പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് എൻ്റെ പല്ലിനൊക്കെ ഭയങ്കര കറയായിട്ട് ഇത് മാത്രമല്ല, ഇത് കൂടുതലുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ കൂണെന്ന് എടുക്കുന്ന ഒരു പേസ്റ്റിൻ്റെ ഇത് വരുന്നുണ്ട്. അത് തന്നെയാണ് യൂസ് ചെയ്തത്. 2 വരെ യൂസ് ചെയ്തപ്പോൾ നമുക്ക് അതായത് ഇപ്പം ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് പല്ലിൻ്റെ ഇടകളുള്ളത് നിൽക്കുന്ന ഒരു ചെളി പോലെ നിൽക്കുന്നത് ഫ്ലേക്ക് പറയും. അത് കട്ടിയായി കഴിയുമ്പോൾ അത് പോവില്ല. നമ്മൾ ഇതിന് മുമ്പ് എന്തൊക്കെയോ ഡോക്ടർമാർ പറഞ്ഞിട്ട് ഞാൻ കുറെ അല്ലാത്തൊക്കെ ചെയ്ത് നോക്കിയിട്ട് പോയി. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുമ്പോൾ അത് തനിയെ 2 വർഷത്തിൽ താഴെ പോയപ്പോൾ പല്ല് ഗ്യാപ്പായപ്പോൾ എന്തായി, നമുക്ക് തിളക്കാൻ തുടങ്ങി. അത് വല്ലാത്ത പ്രശ്നമായി പോകും. ഇപ്പോൾ വലിയ അങ്ങനെ എല്ലാ പ്രൊഡക്റ്റും നല്ലതാണ്. എല്ലാവരും വാങ്ങി യൂസ് ചെയ്യുക. വിഷു വരെ